വിദ്യാർത്ഥികളെയും PSSCITയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ബേസിക് ഇലക്ട്രിസിറ്റിയാണ്. ഈ ചാപ്റ്ററിൻ്റെ 8 ഭാഗങ്ങൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 9ാമത്തെ ഭാഗമാണ്. ആരെങ്കിലും 8 ഭാഗങ്ങളിൽ ഏതെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കാണുക. അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് തുടരുക. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്നും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണെന്നും. വേറെ ഒന്നുമില്ല, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു 2 കാന്തത്തിൻ്റെ ഇടയ്ക്ക് ഒരു കമ്പിച്ചുരുൾ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒന്നുകിൽ അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കാന്തങ്ങൾക്കിടയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ഇതൊക്കെ ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സിലാണ് ഈ കമ്പിച്ചുരുളിരിക്കുന്നത്. നിങ്ങൾക്ക് 2 രീതിയിൽ നമ്മുടെ ലോ പറയുന്നത്, ഫാരഡേസ് ലോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പിച്ചുരുളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്താൽ മതിയാവും, ഒന്ന് ചലിച്ചാൽ മതിയാവും, അതിനൊരു വ്യത്യാസം ഉണ്ടായാൽ മതിയാവും, കറണ്ട് ഉണ്ടായിക്കോളും. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാക്കാം. ഒന്നുകിൽ നിങ്ങൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് തരുന്ന കാന്തത്തിന് നമുക്ക് മേളിലോട്ട് താഴോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചലിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ കാന്തത്തിന് ഒരിടത്ത് വെച്ചിട്ട് കമ്പിച്ചുരുളിനെ ചലിപ്പിക്കാൻ പറ്റും. 2 രീതിയിൽ ചെയ്താലും കമ്പിച്ചുരുളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യത്യാസം ഉണ്ടാവും, കമ്പിച്ചുരുളൊരു വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യും. ഞാൻ പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് കാന്തത്തിനെ ചലിപ്പിച്ചുകൊണ്ട് കമ്പിച്ചുരുളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ടാക്കാം, വ്യത്യാസം ഉണ്ടാക്കാം. അല്ലെങ്കിൽ കാന്തത്തിന് അങ്ങനെ തന്നെ വെച്ചിട്ട് കമ്പിച്ചുരുളിനെ ചലിപ്പിച്ചാലും എന്തായിക്കോളും, മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഇനി ഈ 2ാമത്തെ കേസ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് തരുന്ന കാന്തങ്ങൾ ഒരിടത്ത് ഉറപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ കമ്പിച്ചുരുളിനെ വെച്ച് ചലിപ്പിക്കുമ്പോൾ വൈദ്യുതി ഉണ്ടാക്കുന്നതിനാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതിനാണ് എന്ത് പറയുന്നത്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇതാണ് ജനറേറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനറേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത് ഇതാണ്. ഇനി 2ാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പിച്ചുരുളിനെ ഒരിടത്ത് വയ്ക്കും, എന്നിട്ട് ഈ കാന്തം ഉണ്ടല്ലോ, ആ കാന്തത്തിനെ ചലിപ്പിച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് എന്തുണ്ടാക്കും, വ്യത്യാസം ഉണ്ടാക്കും. അപ്പോഴും ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ആ ഉണ്ടായ ഇലക്ട്രിസിറ്റിയെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ഇത് ട്രാൻസ്ഫോമറിലുള്ളതാണ്. നമ്മൾ ഇന്നലെ ചെയ്ത മോക്ക് ടെസ്റ്റിൻ്റെ അകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. ജനറേറ്ററിൻ്റെ അകത്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF വഴിയും, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF വഴിയും ആണ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും. ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ കയ്യിലൊരു കമ്പിച്ചുരുളുണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പിച്ചുരുളിലൂടെ നിങ്ങൾ ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ കമ്പിച്ചുരുൾ താൽക്കാലിക കാന്തമായിട്ട് മാറും, അല്ലെങ്കിൽ ആ കമ്പിച്ചുരുളിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യപ്പെടും, പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതൊരു താൽക്കാലിക കാന്തമായിട്ട് മാറും. അങ്ങനെ ഉണ്ടാക്കുന്ന കാന്തങ്ങളാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ബേസിക് ഐഡിയ വെച്ചുകൊണ്ട് മാത്രമേ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഉറപ്പായിട്ട് അതിൻ്റെ ചുറ്റും എന്തുണ്ടാകും, ആ കമ്പിച്ചുരുളിൻ്റെ എത്ര സമയം വൈദ്യുതി ആ കമ്പിച്ചുരുളിൽ കടന്നു പോവുമോ അത്രയും സമയം ആ കമ്പിച്ചുരുളിൻ്റെ ചുറ്റും എന്തുണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ആ കമ്പിച്ചുരുളിനെ ഒരു താൽക്കാലിക കാന്തമാക്കി മാറ്റും. പിന്നെ ആ കമ്പിച്ചുരുളിൻ്റെ അടുത്തോട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മെറ്റൽ പീസ്, അയൺ പോലത്തെ എന്തെങ്കിലും, നിക്കൽ പോലത്തെ എന്തെങ്കിലും, കോബാൾട്ട് പോലത്തെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ഇവിടെ ഒരു കമ്പിച്ചുരുളുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു കമ്പിച്ചുരുളുണ്ട്. ഈ കമ്പിച്ചുരുളിലൂടെ നമ്മൾ വൈദ്യുതി കടത്തിവിടാൻ പോവുകയാണ്. വൈദ്യുതി കടത്തിവിടുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് AC വൈദ്യുതി കടത്തിവിടുകയാണ്. AC വൈദ്യുതിയുടെ സിമ്പലാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, AC വൈദ്യുതി നമ്മൾ കടത്തിവിടുകയാണ്. AC വൈദ്യുതിയുടെ കുഴപ്പം എന്താണെന്ന് നിങ്ങൾ വലത് സൈഡിൽ ഞാൻ റെഡ് ഇങ്ക് കൊണ്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. AC വൈദ്യുതിയുടെ മാഗ്നിറ്റ്യൂഡും മാറും, അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും മാറും. അതിൻ്റെ അളവും മാറിക്കൊണ്ടിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ദിശയും, ഒഴുകുന്ന ദിശയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു നിർത്തിയത്, ഈ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി നിങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുക? ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുക. കറണ്ട് കൂടുതലാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. കറണ്ട് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലോട്ടാണ് ഇത് പോകുന്നതെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഡയറക്ഷനിലായിരിക്കും. ഇനി ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും മാറും. സോ ഈ കറണ്ട് ഉപയോഗിച്ച് കണ്ടക്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു നിലനിൽപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടിനെ അനുസരിച്ചിരിക്കും. കറണ്ടിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കുമോ അതിനനുസരിച്ചായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും. എ സി കറണ്ടിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എ സി കറണ്ടിൻ്റെ മാഗ്നറ്റ്യൂഡും കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, അതിൻ്റെ ഡയറക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഈ കറണ്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ കറണ്ടിൻ്റെ തന്നെ ഡയറക്ഷനും മാഗ്നറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അളവും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. സോ ഈ കമ്പിച്ചുരുളിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ മാഗ്നറ്റ്യൂഡും ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കും. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി, ഞാൻ പറഞ്ഞു ഫാരഡേയുടെ ആദ്യത്തെ ലോ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പിച്ചുരുളിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കൊണ്ടിരുന്നാൽ, കമ്പിച്ചുരുൾ അനങ്ങിയാൽ പോലും അതിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിലെന്തുണ്ടാവും? ഒരു വൈദ്യുതി ഉണ്ടാവും. അങ്ങനെ ഒരു കമ്പിച്ചുരുളിലൂടെ കറണ്ട് കടത്തി വിടുമ്പോൾ ഇവിടുത്തെ ഈ കമ്പിച്ചുരുളിലൂടെ നമ്മൾ കറണ്ട് കടത്തി വിട്ടിട്ട് അതിൻ്റെ ചുറ്റും നമ്മളിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുമ്പം അവിടെ എ സി കറണ്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ഫാരഡേയുടെ ആദ്യത്തെ ലോ അനുസരിച്ച് ഒരു കമ്പിച്ചുരുളിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ വൈദ്യുതി ഉണ്ടാവണം. അതാണ് ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ഇങ്ങനെ ഒരു കമ്പിച്ചുരുളിലൂടെ കറണ്ട് കടത്തി വിടുമ്പം അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ എ സി കറണ്ടാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസപ്പെടുന്നതായിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നതായിരിക്കും, ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. കാരണം കറണ്ടിൻ്റെ ഡയറക്ഷൻ മാഗ്നറ്റോട് മാറുന്നുണ്ട്. സോ ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണം ആ മെറ്റലിൽ തന്നെ കറണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് സെയിം മെറ്റലിൽ തന്നെ കറണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നതിനാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനാണ് എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ കറണ്ട് കടന്നു പോകുന്ന കണ്ടക്ടറിൽ തന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡ് വ്യത്യാസം കാരണം അതിൽ തന്നെ എന്തുണ്ടാവും? EMF എന്ത് ചെയ്യും? ഉണ്ടാവും. അതിനെയാണ് സെൽഫ് എന്ന് പറയുന്നത്. നമ്മളിൽ തന്നെ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ഞാനിവിടെ താഴെ എഴുതിയിട്ടുള്ളത്. ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF in a circuit when the magnetic flux linked with the circuit changes as a result of change in current. എപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സ്, ആ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ, എന്തുകൊണ്ട്? ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. സോ അങ്ങനെ ഈ അവസാനത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇൻഡ്യൂസിങ് ഇൻ ദ സെയിം സർക്യൂട്ട്, ആ സർക്യൂട്ടിൽ തന്നെ ചെയ്യണം കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പോയിന്റ്. ഏത് സർക്യൂട്ടാണോ കറണ്ട് ഒഴുകുന്ന ആ സർക്യൂട്ടിൽ തന്നെ സെൽഫ് ഇൻഡക്ഷൻ നടക്കും. സോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് കോയിലുകളുണ്ടാവും. കോയിൽ എന്ന് പറയുമ്പം ഒരു മെറ്റൽ പീസ്, ഒരു ഇരുമ്പ് കഷ്ണം ഉണ്ടാവും. ഇതിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇരുമ്പ് കഷ്ണം. ഈ ഇരുമ്പ് കഷ്ണത്തിൻ്റെ പുറത്ത് എന്ത് ചുറ്റി വെച്ചേക്കും? കണ്ടക്ടറായിട്ടുള്ള കോപ്പറോ എന്തെങ്കിലും ഒരു വയർ എന്ത് ചെയ്തേക്കും? ഒരു കമ്പിച്ചുരുളി ചുറ്റി വെച്ചേക്കും. അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിനാണ് കോയിലെന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കോയിലുണ്ടാവും. സോ ഇവിടെ ഇത് L1 ആദ്യത്തെ കോയിൽ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. L1 വലത് സൈഡിലാണ് രണ്ടാമത്തെ കോയിൽ. ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലുള്ള, ഇപ്പോൾ ഇടത് സൈഡ് എടുക്കുക, ഈ ഇടത് സൈഡിലുള്ള കോയിൽ വഴി ഒരു AC കറണ്ട് കടത്തി വിടുകയാണെന്ന് വിചാരിക്കുക. ഈ ഇടത് സൈഡിലുള്ള കറണ്ട് കോയിലിലൂടെ, കമ്പിച്ചുരുളിലൂടെ നമ്മളൊരു AC കറണ്ട് കടത്തി വിടുകയാണെന്ന് വിചാരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ കമ്പിച്ചുരുളിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ACയുടെ ഡയറക്ഷനും മാഗ്നറ്റ്യൂഡും അളവും വ്യത്യാസപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ഈ AC കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും അളവും എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇടത് സൈഡിലുള്ള
ഇത് കമ്പിച്ചുരുളിൽ നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ ആണ് രണ്ടാമത്തെ കമ്പിച്ചുരുളും ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ ഈ റൗണ്ടിൽ കാണിച്ചേക്കുന്നതാണ് ആ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഇടത് സൈഡിലുള്ള കോയിൽ ഉണ്ടാക്കുന്ന ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ ഫീൽഡിൻ്റെ പരിധിയിൽ തന്നെയാണ് വലത് സൈഡിലുള്ള ഇരിക്കുന്നത്, കമ്പിച്ചുരുൾ ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെ ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ഒരു കമ്പിച്ചുരുൾ ഇരിക്കുകയാണ് അതിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എവിടെ ഇരുന്നാലും ആ കമ്പിച്ചുരുൾ എവിടെ ഇരിക്കട്ടെ ആ കമ്പിച്ചുരുൾ ഇരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കമ്പിച്ചുരുളിൽ വൈദ്യുതി ഉണ്ടാവും. സോ ഈ ആദ്യത്തെ കോയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം രണ്ടാമത്തെ കോയിലിൽ EMF പ്രൊഡ്യൂസ് ചെയ്യും. ആദ്യത്തേലല്ല, രണ്ടാമത്തെ കോയിലിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കോയിലിൽ. സോ ആദ്യത്തെ സെൽഫ് ഇൻഡക്ഷനിലാണെങ്കിൽ സെയിം കോയിലിൽ തന്നെ EMF കറണ്ട് ഉണ്ടാകുമായിരുന്നു. ഇത് അങ്ങനെയല്ല, ഒരു കോയിൽ ചേഞ്ച് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അത് കാരണം രണ്ടാമത്തെ കോയിലായിരിക്കും എന്തുണ്ടാകുന്നത്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ EMF ഉണ്ടാകുന്നത്. ഇതാണ് ഒരു നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ കറക്റ്റ് പ്രിൻസിപ്പിൾ. ഇതാണ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും കറക്റ്റ് പ്രിൻസിപ്പിൾ ഒരു മ്യൂച്വൽ ഇൻഡക്ഷനാണ്. സോ ഈ ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളുക. ഇത്രയൊക്കെ ഇത് മനസ്സിലാക്കാനുള്ളൂ, വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, ഈ മെഷീനാണ് ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ ജനറേറ്ററിൻ്റെ ഡെഫിനിഷൻ ദയവ് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഞാനത് വായിച്ചു തരാം. ആദ്യ സെൻറ്റൻസ് തന്നെയാണ്. ആൻ ഇലക്ട്രിക്കൽ ജനറേറ്റർ is a machine which converts a mechanical energy into, ഈ വാക്ക് ശ്രദ്ധിക്കട്ടോ, മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. നമുക്ക് സിമ്പിളായിട്ട് എന്താണ് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറേറ്റർ എന്ന് പറഞ്ഞൊരു മെഷീനാണ്. ആ മെഷീൻ മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറും, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റും. മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന എല്ലാ മെഷീൻസിനെയും നമുക്ക് എന്ത് പറയാം, ജനറേറ്റർ എന്ന് പറയാം. ഈ ജനറേറ്ററുകളെല്ലാം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ താഴെ പറയുന്നുണ്ട്, ബേസിസ് ഓഫ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സോ നമ്മുടെ നേരത്തെ പഠിച്ച തന്നെയാണ്. സിമ്പിളായിട്ട് ഒരു കമ്പിച്ചുരുളിരിക്കുകയാണ്, അതിൻ്റെ ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ ആ കമ്പിച്ചുരുളിൽ എന്തുണ്ടാവും, ഇലക്ട്രിസിറ്റി ഉണ്ടാവും. ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജനറേറ്റർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ജനറേറ്ററിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നേരത്തെ ഞാൻ പ്ലേ ചെയ്ത വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ പ്ലേ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമ്മൾ വീട്ടിലെത്തുന്ന വൈദ്യുതി എല്ലാം ഈ ജനറേറ്റർ ഉപയോഗിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ജനറേറ്റർ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന ഒരു കമ്പിച്ചുരുൾ എന്ത് ചെയ്യും, കറങ്ങും. ആ കറങ്ങുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കറങ്ങുമ്പോൾ ആ കമ്പിച്ചുരുളിൽ എന്തുണ്ടാവും, വൈദ്യുതി ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന വൈദ്യുതിയാണ് നമ്മളെ വീട്ടിലോട്ടൊക്കെ എന്ത് ചെയ്യുന്നത്, എത്തുന്നത്. ഇനി കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറേറ്ററിൻ്റെ അകത്ത് സ്റ്റേറ്ററും ഉണ്ടാവും, റോട്ടറും ഉണ്ടാവും. രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചോളാം, ഇത് നിങ്ങൾക്ക് സിലബസിലില്ല, എന്നാലും ഞാൻ ജസ്റ്റ് അഡീഷണൽ ആയിട്ട് പറയുന്നതാണ്. സ്റ്റേറ്റർ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, റോട്ടർ ഉണ്ടാവും. ഒരു ജനറേറ്ററിൻ്റെ സ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാകത്തില്ല. സ്റ്റേറ്റർ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്ററിൻ്റെ ഉള്ളിലായിരിക്കും റോട്ടർ ഇരിക്കുക. റോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പിച്ചുരുളായിരിക്കും. ഓക്കെ, ഒരു കമ്പിച്ചുരുളായിരിക്കും. സിമ്പിളായിട്ടൊരു കമ്പി ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുള്ളൊരു സാധനമായിരിക്കും. ആ റോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കും. സ്റ്റേറ്റർ കറങ്ങത്തില്ല, സ്റ്റേറ്റർ ഒരിടത്ത് തന്നെ ഇരിക്കും. അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് റോട്ടർ എന്ത് ചെയ്യും, കറങ്ങും. റോട്ടർ കറങ്ങുമ്പോൾ റോട്ടറിൽ എന്തുണ്ടാവും, വൈദ്യുതി ഉണ്ടാവും. കാരണം മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നിട്ട് ഒരു മെറ്റലിരുന്ന് നനയി കഴിഞ്ഞാൽ അതിൽ വൈദ്യുതി രൂപപ്പെടുന്നു, ഫാരഡേയുടെ ലോ പറയുന്നുണ്ട്. സോ അത് പ്രകാരം വൈദ്യുതി ഉണ്ടാവും. ആ ഉണ്ടാകുന്ന വൈദ്യുതി എപ്പോഴും AC വൈദ്യുതി ആയിരിക്കും കേട്ടോ. എപ്പോഴും ഒരു റോട്ടറിൽ, ജനറേറ്ററിൻ്റെ റോട്ടറിൽ ഉണ്ടാകുന്ന വൈദ്യുതി എപ്പോഴും എന്തായിരിക്കും, AC വൈദ്യുതി ആയിരിക്കും.
ഈ എ സി വൈദ്യുതിയാണ് നമ്മളെ വീട്ടിലോട്ട് എന്ത് ചെയ്യുന്നത്, എത്തിക്കുന്നത്. ഇനി ഡി സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റർ ഉണ്ട്. അങ്ങനെ ഡി സി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്ററുകളെയാണ് ഡി സി ജനറേറ്റർ എന്ന് പറയുന്നത്. ഈ ഡി സി ജനറേറ്ററിൻ്റെ റോട്ടറിൻ്റെ ഉള്ളിൽ, അതായത് കറങ്ങുന്ന കമ്പിച്ചുരുളുണ്ട് ജനറേറ്ററിൻ്റെ അകത്ത്, അതിനാണ് റോട്ടർ എന്ന് പറയുന്നത്. ആ റോട്ടറിൽ ഉണ്ടാകുന്ന എ സി കറണ്ട് തന്നെയാണ് പിന്നെ അതിനെ ഡി സി ആയിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിനൊരു സംവിധാനമുണ്ട്. അതിൻ്റെ പേരാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂട്ടേറ്റർ, ആ വാക്കൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ സ്ലിപ്പ് റിങ്സ്, ഈ രണ്ട് വാക്കുകൾ ഓർത്ത് വെച്ചേക്കുക. സോ ബേസിക്കലി ഒരു ഡി സി ജനറേറ്റർ എടുത്താൽ പോലും എ സി ജനറേറ്ററിൻ്റെ വേറെ ഇതൊന്നും കമ്മ്യൂട്ടേറ്ററും സ്ലിപ്പ് റിങ്സും ഒന്നും ആവശ്യമില്ല. എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേറ്ററും സ്ലിപ്പ് റിങ്സും തന്നെയാണ്. ഈ ഫാരഡേയുടെ ലോ പ്രകാരം എ സി ജനറേറ്ററിൻ്റെ റോട്ടറിലായിരുന്നാലും ഡി സി ജനറേറ്ററിൻ്റെ റോട്ടറിലായിരുന്നാലും ഉണ്ടാകുന്ന എ സി കറണ്ട് തന്നെയാണ്. ഈ ഡി സി ജനറേറ്ററിൻ്റെ റോട്ടറിലുണ്ടാകുന്ന കറങ്ങുന്ന കമ്പിച്ചുരുളിലുണ്ടാകുന്ന എ സി കറണ്ടിനെ പുറത്തോട്ട് വരുമ്പം ഡി സി ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് സംവിധാനങ്ങളാണ് കമ്മ്യൂട്ടേറ്ററും പിന്നെ എന്തുവാണ് സ്ലിപ്പ് റിങ്സും. സോ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഞാനൊന്ന് അഡീഷണൽ ആയിട്ട് ഇൻഫർമേഷൻ തന്നതേ ഉള്ളൂ. ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത്രയും മാത്രമേ ഈ ചാപ്റ്ററിൽ നമുക്ക് എന്തായിട്ടുള്ളൂ, തിയറി ആയിട്ട് പഠിക്കാനുള്ളൂ. ഇനി ഈ ചാപ്റ്ററിലെ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഇന്ന് തന്നെ കുറേ പറ്റുമെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് തന്നെ നോക്കാം, കഴിയുന്നിടത്തോളം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ട് റെസിസ്റ്റൻസസ് 4 ohms ആൻഡ് 6 ohms ആർ കണക്റ്റഡ് ഇൻ പാരലൽ. വെരി ഇമ്പോർട്ടൻറ്റ്, പാരലൽ, ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളാം. പാരലൽ. ഡിറ്റർമിൻ ദ ടോട്ടൽ റെസിസ്റ്റൻസ്. ഞാനിവിടെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ വരച്ച് കാണിച്ചിരിക്കുന്നത് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ സിമ്പലാണ് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ഒരു സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. സോ ഞാനിവിടെ റെസിസ്റ്റൻസ് വരച്ച് കാണിച്ചിട്ടുണ്ട്. അതിൽ 4 ohm ഉണ്ട്, 6 ohm ഉണ്ട്. അതിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നത് ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി പാരലൽ സർക്യൂട്ടിലും റെസിസ്റ്റൻസുകളെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നൊരു ഫോർമുലയും പഠിച്ചു. അതുപോലെ തന്നെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതും പഠിച്ചു. അതിൽ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ആ ഫിഗറിൻ്റെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1/R = 1/R1 + 1/R2. ഇതിൽ ഒരു റെസിസ്റ്റൻസിന് 4 ohmനെ R1 എന്ന് എടുക്കുക. അതുപോലെ തന്നെ ഇത് 6 ohmനെ R2 എന്നെടുക്കുക. സോ 1/R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/R1 + 1/R2. ഇതാണ് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, ഇതാണ് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ ഈ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കുക. (1/R = 1/R1 + 1/R2). ഇനി വേറെ ഒന്നും ചെയ്യേണ്ട. R1 നമുക്കറിയാം 4 ohm ആണ്. ആദ്യത്തേന് R1 എന്നെടുത്തു, രണ്ടാമത്തേന് R2 എന്നെടുത്തു. അടുത്ത ലൈനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1/R എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്, സമം 1/R1ൻ്റെ സ്ഥാനത്ത് 4 എന്ന് കൊടുത്തു. ഇവിടെ ഈ ലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ +1/6. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. നമുക്ക് സാധാരണ പോലെ കൂട്ടാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഇത് 4 + 6 = 1/10 എന്നൊന്നും എഴുതി കളയില്ല, അങ്ങനെയല്ല. ഇത് ഫ്രാക്ഷനാണ്. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ 2 ഫ്രാക്ഷനേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫ്രാക്ഷൻസ് പഠിച്ചതാണ്. 2 ഫ്രാക്ഷനേ ഉള്ളത് കൊണ്ട് ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ 2 ക്രോസ് വരും. ആദ്യത്തെ ക്രോസിൽ 6ഉം 1ഉം ആണ് വരുന്നത്. 6നെ 1നെയും ഗുണിക്കും. രണ്ടാമത്തെ ക്രോസിൽ 4നെയും 6നെയും ഗുണിക്കും. ഇടയ്ക്കുള്ള ചിഹ്നം പ്ലസ് ആണ്, അത് അതുപോലെ കൊടുത്തു. ഞാനിവിടെ രണ്ടാമത്തെ വരിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വരിയല്ല, അടുത്ത വരിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ 1 × 6 ചെയ്യണം. ആദ്യത്തെ ക്രോസിൽ വരുന്നത് 1ഉം 6ഉം ആണ്, അതിനെ ഗുണിക്കുക, ഇടയ്ക്കുള്ള ചിഹ്നം പ്ലസ് കൊടുക്കുക. അതുപോലെ 4 × 1 രണ്ടാമത്തെ ക്രോസ്, 4 × 1 അത് ചെയ്യുക. ഹോൾ ഡിവൈഡ് ബൈ, മൊത്തത്തിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? ഡിനോമിനേറ്ററിൽ ഏതൊക്കെയാണ്? 4ഉം 6ഉം ആണ്. അതിൻ്റെ ഗുണനം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് അടുത്ത ലൈൻ കിട്ടും 6 + 4 / 24. എല്ലാം ഇടത് സൈഡ് ശ്രദ്ധിച്ചോളൂ, ഇടത് സൈഡ് മാറുന്നില്ല, അത് 1/R ആയിട്ട് തന്നെ കിടക്കും. നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ മാറ്റിക്കളയില്ല.
1/r ആയിട്ട് തന്നെ കിടക്കും. സോ അടുത്ത ലൈനിൽ 1/r സമം 6+4 എന്താണ് 10, 10/24. ഇനി അടുത്താണ് ട്വിസ്റ്റ് വരുന്നത്. ഈ ഒരു ലൈൻ ശ്രദ്ധിച്ചോളാം. ഈ ഒരു ലൈൻ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോളാം. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 1/r സമം എന്താണ് 10/24 ആണ്. നമുക്കറിയാം ഇതൊരു ഇക്വേഷനാണ്. 1/r സമം 10/24 എന്ന് പറഞ്ഞൊരു ഇക്വേഷനാണ്. ഈ ഒരു ഇക്വേഷൻ്റെ ഇടത് സൈഡും വലത് സൈഡും എന്തെങ്കിലും ഒരുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷൻ്റെ സന്തുലനാവസ്ഥയ്ക്ക് വ്യത്യാസം വരത്തില്ല, അല്ലെങ്കിൽ ഇക്വേഷൻ്റെ ഇക്വാളിറ്റി അത് ബാധിക്കില്ല. സോ ഞാൻ ഇടത് സൈഡിൽ തിരിച്ചിടാൻ പോവുകയാണ്. ഇടത് സൈഡിൽ തിരിച്ചിടുമ്പം 1/r എന്തായിട്ട് മാറും? 1/rനെ തിരിച്ചിട്ടാൽ നമുക്ക് r/1 എന്ന് പറയേണ്ടി വരും. ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഈ r/1 തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുക? r എന്ന് പറയുക. r/1 തന്നെയാണ് എന്ത് പറയുക? r എന്ന് പറയുക. സോ r സമം നമുക്ക് എന്ത് കിട്ടും? ഇനി ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് അതുപോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇടത് സൈഡിൽ എന്തെങ്കിലും ഇക്വേഷൻ ഇടത് സൈഡിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വലത് സൈഡിൽ ചെയ്യണ്ടേ? സോ 1/rനെ തലതിരിച്ചിട്ടപ്പോൾ r/1 അല്ലെങ്കിൽ r ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വലത് സൈഡിൽ എന്താ നടക്കുന്നത്? 10/24. അതിനെയും തലതിരിച്ചിടേണ്ടി വരും. അപ്പോൾ 24/10. 24/10 നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.4 ഓം എന്ന് കിട്ടും. 2.4 ഓംസ് എന്ന് ആൻസർ കിട്ടും. സോ ഇതാണ് നമ്മുടെ ആൻസർ. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, രണ്ട് റെസിസ്റ്റൻസിനെ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൽ ചെറുതിനേക്കാളും ചെറുതായിരിക്കും. ഇവിടെ ചെറുത് 4 ആണ്, അതിനേക്കാളും ചെറുതാണ് 2.4. സോ എല്ലാം ഓക്കെയാണ്. ഇതാണ് നമ്മുടെ ആൻസർ. സോ ശ്രദ്ധിച്ചോളുക, നിങ്ങൾ ഈ പാരലൽ കണക്ഷൻസ് ചെയ്യുമ്പോൾ, അതായത് 2-3 റെസിസ്റ്റൻസിനെ നിങ്ങൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യുമ്പോൾ ഫ്രാക്ഷൻസ് വരും. അത് ഉപയോഗിച്ച് ചെയ്യാവൂ. ദയവ് ചെയ്തത് ഓർത്തോളൂ. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഫ്രാക്ഷൻസ് വരും. ഈസി അല്ല, ഫ്രാക്ഷൻസ് വരും. 2 എണ്ണമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LCM എടുത്തൊക്കെ ചെയ്യേണ്ടി വരും. അത് ഫ്രാക്ഷൻസിൻ്റെ ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് അത് നിങ്ങൾ ഓർമ്മിച്ചോളുക. നിങ്ങൾ പാരലൽ കണക്ഷൻ വരുമ്പോൾ ചുമ്മാ റെസിസ്റ്റൻസ് കൂട്ടി വെച്ചിടയില്ല. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. സോ അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത് വേറെ ഒന്നുമില്ല, എൻ്റെ അത് വളരെ ഈസിയാണ്. 3 റെസിസ്റ്റൻസസ് ഓഫ് 3 ohms, 9 ohms ആൻഡ് 5 ohms ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഫൈൻഡ് ദെയർ റിസൾട്ടൻറ്റ് റെസിസ്റ്റൻസ്. ഇവിടെ വാക്ക് ശ്രദ്ധിച്ചോളൂ, സീരീസ്. അത്രയും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളാണ്. ഞാൻ ഇവിടെ താഴെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. നമുക്കറിയാം സീരീസ് കണക്ഷൻ ആണെങ്കിൽ എന്താണ് വരുന്നത്? സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഫോർമുല എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസിനെയും കൂട്ടുന്നതായിരിക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. R = R1 + R2 + R3. R1 3 ആയിട്ട് എടുക്കുക, R2 9 ആയിട്ട് എടുക്കുക, R3 5 ആയിട്ട് എടുക്കുക. 3 + 9 + 5 17 Ω. തീർന്നു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സീരീസ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. പാരലാണെങ്കിൽ മാത്രമേ ഫ്രാക്ഷൻസ് വരുള്ളൂ. അവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. സീരീസ് ആണെങ്കിൽ ചുമ്മാ കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണോ അത്ര തന്നെയാണ് ആൻസർ, വേറെ ഒന്നുമില്ല. ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ബൾബ് ടേക്സ് എ കറണ്ട് ഓഫ് 0.2 ആംസ്. ആംസ് എന്ന് ഉദ്ദേശിക്കുന്ന ആംബിയറിൻ്റെ ഷോർട്ട് ഫോമാണ്, അത് കണ്ട് പേടിക്കേണ്ടായിരുന്നു. ആംസ് അറ്റ് എ വോൾട്ടേജ് ഓഫ് 3.6 volts. വോൾട്ടേജ് 3.6 ആണ്. 0.2 ആംസ്. ആംസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആംബിയർ ആണ്. കറണ്ട് 0.2 ആംബിയറും കറണ്ടും ഉണ്ട്. വോൾട്ടേജ് 3.6 volt ആണ്. ഡിറ്റർമിൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഫിലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിലമെൻറ്റിലുള്ള കറണ്ട് 0.2 ആംബിയറും അതുപോലെ തന്നെ വോൾട്ടേജ് 3.6 volt ആണെങ്കിൽ ആ ബൾബിൻ്റെ റെസിസ്റ്റൻസിലുള്ള എന്താണ്? ഫിലമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ തന്നേക്കുന്ന ആദ്യം എടുത്തെഴുതുക. അതാണ് ഞാനിവിടെ ഈ ലൈനിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഈ ലൈനിൽ എഴുതിയിട്ടുള്ളത് ആദ്യം തന്നേക്കുന്ന കറണ്ടാണ് I. കറണ്ട് എപ്പോഴും I കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ എഴുതി ശീലിക്കുക. I = 0.2 A. A എന്ന് പറഞ്ഞാൽ ആംബിയറിൻ്റെ ഷോർട്ട് ഫോമാണ്. 0.2 ആംബിയർ. V = വോൾട്ടേജ് ആണ്. V = 3.6 volt V. ഇനി ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് റെസിസ്റ്റൻസ് സമം എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഓബിയസ്ലി ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് മൂന്നും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവണം. ഈ ബന്ധത്തിനാണ് നമ്മൾ ഓംസ് ലോ എന്ന് പറഞ്ഞ് പഠിച്ചത്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. ഓംസ് ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. V = IR. ആ റിലേഷനാണ്. വോൾട്ടേജ് എന്നാണ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. വോൾട്ടേജ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സോ ഇതൊന്ന് ഓർത്തോളൂ. വോൾട്ടേജ് എന്നാണ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സോ ഇതിൽ നമുക്ക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസിസ്റ്റൻസ് V = എന്താണ്? ഈ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഈ ലൈനിലൊന്ന് ശ്രദ്ധിച്ചോളൂ.
വോൾട്ടേജ് ഈക്വൽ ടു എന്നാണ് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ഇക്വേഷൻ്റെ വലത് സൈഡിലാണ് നടക്കുന്നത്. റെസിസ്റ്റൻസിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന സാധനമാണ് എന്ത്? ഐ. ഈ ഐനെ എടുത്തുകൊണ്ട് നിങ്ങൾ ഇക്വേഷൻ്റെ ഇടത് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ്റെ വലത് സൈഡിൽ കിടക്കുന്നത് ഇടത് സൈഡിലോട്ട് വരുമ്പോൾ റൂളുണ്ട്. വലത് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണെങ്കിൽ അത് ഹരണമായിട്ട് മാറും, ഹരിച്ചിരിക്കുകയാണെങ്കിൽ അത് ഗുണനമായിട്ട് മാറും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതുപോലെ തന്നെ പ്ലസ്സും മൈനസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ ഇവിടെ ആറിൻ്റെ കൂടെ റെസിസ്റ്റൻസിൻ്റെ കൂടെ ഐ മൾട്ടിപ്ലൈ ചെയ്തേക്കുകയാണ്, അത് ഇടത് സൈഡിൽ വരുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. അതാണ് നിങ്ങൾ അടുത്ത ലൈനിൽ കറക്റ്റായിട്ട് കാണുന്നത്. മുകളിലത്തെ ലൈനിൽ വലത് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തിരുന്ന ഐ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. മറ്റേ സൈഡിലോട്ട് വരുമ്പം ഇടത് സൈഡ് എന്ന് പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി എഴുതിയിരിക്കുന്നത്. ഒരു സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്ന ഐ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി? വി ഡിവൈഡഡ് ബൈ ഐ ആയി. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഇനി വാല്യൂസ് കൊടുക്കുക. 3.6 ഡിവൈഡഡ് ബൈ 0.2 എന്ത് കിട്ടും? കാൽക്കുലേറ്ററിൽ ചെയ്യുക, 18 ഓം എന്ന് കിട്ടും. 18 ഓം എന്ന ആൻസർ കിട്ടും. പലരും ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ എളുപ്പമുള്ള ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കത്തുള്ളൂ. അതാണ് ചരിത്രം. ഇതുവരെയായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ടഫായിട്ടുള്ള ചോദ്യം ഒന്നും ചോദിച്ചിട്ടില്ല. എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ. സോ അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ പവർ റേറ്റിംഗ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പവർ റേറ്റിംഗ് ഓഫ് ദ ലാമ്പ് ഇൻ ദ സർക്യൂട്ട് ഇഫ് 0.2 ആംപിയേഴ്സ് 0.25 ആംപിയേഴ്സ് ഓഫ് കറണ്ട് ഫ്ലോസ് ആൻഡ് ദ വോൾട്ടേജ് ഈസ് 240 വോൾട്ട്. സോ ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് കറണ്ട് 0.2 ഒരു സർക്യൂട്ടുണ്ട്. ആ സർക്യൂട്ട് വഴി 0.25 അല്ലെങ്കിൽ 0.25 ആംപിയർ കറണ്ട് ഒഴുകുകയാണ്. അതുപോലെ തന്നെ ആ സർക്യൂട്ടിലുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 വോൾട്ടാണ്. കറണ്ടും വോൾട്ടേജ് തന്നിട്ട് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. കറണ്ടും വോൾട്ടേജ് തന്നിട്ട് പവർ കണ്ടുപിടിക്കാൻ പറയുകയാണ്. നമുക്കറിയാം പവറിൻ്റെ ഫോർമുല എന്താ? പവർ സമം വോൾട്ടേജിൻ്റെ കറണ്ട് എല്ലാം തന്നിട്ടുണ്ട്. വോൾട്ടേജ് 240 തന്നിട്ടുണ്ട്, കറണ്ട് 0.25 തന്നിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുക, 60 കിട്ടും. 60 കിട്ടുന്നത് എപ്പോഴും ശ്രദ്ധിച്ചുള്ള യൂണിറ്റ് വാട്ട് ആയിരിക്കും. WATT വാട്ട് ആയിരിക്കും കിട്ടുന്നത്. ഓർത്തോളാം, W. അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ കറണ്ടിൻ്റെ വാല്യൂ ആംബിയറിലും വോൾട്ടേജിൻ്റെ വാല്യൂ വോൾട്ടിൽ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് വാട്ടിലായിരിക്കും കിട്ടുന്നത്. വാട്ടാണ് കേട്ടോ. ഇതിൽ വോൾട്ടേജിൻ്റെ അത് വോൾട്ട് എന്നാണ് പറയുക, VOLT വോൾട്ടാണ് വോൾട്ടേജിൻ്റെത്. ഇത് വാട്ടാണ്, വാട്ട്, WATT, W. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, ആൻ അഡ്ജസ്റ്റബിൾ റെസിസ്റ്റർ ബിയേഴ്സ് ഫോളോയിങ് ലേബൽ 1.5 കിലോ ഓംസ് per 0.08 ആംപിയർ. അതാണ് പറഞ്ഞേക്കുന്നത്. ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റർ ഉണ്ട്. അതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കിലോ ഓംസ് per 0.08 A. ഇവിടെ എന്തൊക്കെയാണ് ഇത് വാല്യൂസ് തന്നേക്കുന്നതെന്ന് അറിയണമെങ്കിൽ യൂണിറ്റുകൾ അറിയണം, അല്ലാതെ അറിയാൻ പറ്റില്ല. ആദ്യം തന്നേക്കുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോ ഓംസ് ആണ്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഓം എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് അറിയണം. ഓം എന്തിൻ്റെ യൂണിറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. സ്വാഭാവികമായിട്ട് റെസിസ്റ്റൻസ് ആണ് എത്രയും തന്നിട്ടുള്ളത്? 1.5 കിലോ ഓം എന്ന് തന്നിട്ടുള്ളത്. കിലോ ഓമിനെ നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കിലോ ഓമിനെ ഞാൻ SI യൂണിറ്റിലോട്ട് മാറ്റാൻ വേണ്ടി ഓംസിലാക്കിയിട്ടുണ്ട്. കിലോയിന് സാധാരണ എത്തിക്കണമെങ്കിൽ 1000 കൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഗുണിക്കേണ്ടി വരും. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 മീറ്റർ, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം. അതുപോലെ തന്നെ 1 കിലോ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോ ഓം. 1.5 കിലോ ഓം എന്ന് പറയുമ്പോൾ 1.5 × 1000, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് 1500 ഓം എന്ന് കിട്ടും. അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. കറണ്ട് എന്ത് തന്നിട്ടുണ്ട്? വേറെ ഒന്നുമില്ല. I സമയം എന്ത് തന്നിട്ടുണ്ട്? 0.08 ആംപിയർ. പവറാണ് കണ്ടുപിടിക്കേണ്ടത്. സോ പവറിൻ്റെ ഫോർമുല ഞാൻ ഇവിടെ നോക്കി. പവറിൻ്റെ ഫോർമുല ഞാൻ നോക്കിയപ്പോൾ പവർ സമം എന്താണ്? വോൾട്ടേജിൻ്റെ കറണ്ടാണ്. ഇവിടെ നമുക്ക് കറണ്ട് അറിയാം, വോൾട്ടേജ് അറിഞ്ഞൂടാ. അതിന് വരെയായിട്ട് റെസിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് വേറൊരു ഫോർമുല ഉണ്ട്. എന്താണ്? ഓംസ് ലോ. സോ പവർ കണ്ടുപിടിക്കണമെങ്കിൽ വോൾട്ടേജും കറണ്ടുമാണ് വേണ്ടത്. വോൾട്ടേജ് നമുക്കറിയില്ല, പക്ഷേ കറണ്ട് നമുക്കറിയാം, റെസിസ്റ്റൻസും അറിയാം. സോ ഓംസ് ലോ ഉപയോഗിച്ച് ആദ്യം വോൾട്ടേജ് കണ്ടുപിടിക്കുക, അതിന് ശേഷം ഈ കിട്ടുന്ന വോൾട്ടേജ് എടുത്ത് പവറിൻ്റെ ഫോർമുല കൊടുക്കുമ്പോൾ പവർ കിട്ടിക്കോളും. സോ അതാണ് ഞാൻ ഇവിടെ ചെയ്തത്. വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് കറണ്ടും മറ്റേ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് ഞാൻ അടുത്ത ലൈനിൽ വോൾട്ടേജ് കണ്ടുപിടിക്കുകയാണ്. കറണ്ടിൻ്റെ വാല്യൂ 0.08 ആണ്. ഇൻറ്റു വോൾട്ടേജ് 1500, 120 വോൾട്ട് എന്ന് കിട്ടും. ആൻസർ എന്ത് കിട്ടും? 120
വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. വോൾട്ടേജ് 120. വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല. പവർ സമം എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ്. വോൾട്ടേജിൻ്റെ സ്ഥാനത്ത് 120 കൊടുക്കുക, കറണ്ട് 0.08 കൊടുക്കുക, 9.6 വാട്ട് എന്ന് കിട്ടും ആൻസർ. സോ നേരത്തെ ക്വസ്റ്റ്യൻ ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇവിടെ വോൾട്ടേജും കറണ്ട് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, കറണ്ട് തന്നിട്ടുണ്ട്, വോൾട്ടേജിന് വരെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഓംസ് ലോയിൽ നിന്ന് വോൾട്ടേജ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു അഡീഷണൽ സ്റ്റെപ്പ് വരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് പവർ കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ വർക്ക് ഇൻ WH. ഈ WH എന്ന് പറഞ്ഞാൽ വാട്ട് അവറാണ് കേട്ടോ. WH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് അവറാണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, വാട്ട് അവർ. ഓക്കെ, വാട്ട് അവർ. WH അതിൻ്റെ ഷോർട്ട് ഫോമാണ് WH. ടു ഫൈൻഡ് ദ വർക്ക് ഗിവൺ, അത് ആ വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നേക്കുന്നതായിട്ട്. സോ ഇതിൽ പറയുന്നത് കാൽക്കുലേറ്റ് ദ വർക്ക് ഇൻ വാട്ട് അവർ. വാട്ട് അവറിൽ വർക്ക് കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ടു ഫൈൻഡ് ദ വർക്ക് ഗിവൺ ദാറ്റ് എന്തൊക്കെ തന്നിട്ടുണ്ട്? V = 200 വോൾട്ട്, അതായത് വോൾട്ടേജ് തന്നിട്ടുണ്ട് 200 വോൾട്ടാണ്. ഇഫ് എ ലൈൻ വോൾട്ടേജ് ഓഫ് 200 വോൾട്ട്സ് എ ബൾബ് കൺസ്യൂംസ് എ കറണ്ട് 0.91 ആംബിയേഴ്സ്. സോ വോൾട്ടേജ് തന്നിട്ടുണ്ട് 200 വോൾട്ട്, കറണ്ട് തന്നിട്ടുണ്ട് 0.91 ആംബിയേഴ്സ്. ഇനി ബൾബ് എത്ര നേരമാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, കത്തിക്കൊണ്ടിരിക്കുന്നത് പറയാൻ പാടില്ല, പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് 12 hours. സോ വോൾട്ടേജ് 200 വോൾട്ടാണ്, കറണ്ട് എന്താണ് 0.91 ആംബിയർ ആണ്. സോ എന്താണ് പറയുന്നത്? നമ്മുടെ ബൾബ് എന്ത് ചെയ്യാണ്? 12 മണിക്കൂർ പ്രകാശിക്കുന്നുണ്ട്. സോ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. തന്നേക്കുന്ന വാല്യൂസിനെ എടുത്ത് എഴുതി. തന്നേക്കുന്ന വാല്യൂസ് V വോൾട്ടേജ് 200 വോൾട്ട്, കറണ്ട് I = 0.91 ആംബിയർ, ടൈം T = 12 മണിക്കൂർ. കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക്കൽ വർക്കാണ്. ഇലക്ട്രിക്കൽ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഇലക്ട്രിക് വർക്കിൻ്റെ ഫോർമുല നമുക്കറിയാം, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പവർ ഇൻറ്റു എന്താണ്? ടൈം. സോ ഇവിടെ പ്രശ്നമുണ്ട് ഇലക്ട്രിക് വർക്ക് കണ്ടുപിടിക്കാൻ. ഇലക്ട്രിക് വർക്കാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ, ഇലക്ട്രിക്കൽ വർക്കാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ പവറും വേണം, ടൈമും വേണം. പവർ നമുക്കറിയില്ല, പക്ഷേ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജും കറണ്ടും തന്നിട്ടുള്ളത്. ഇലക്ട്രിക്കൽ പവറിൻ്റെ ഫോർമുല നമുക്കറിയാം, P = VI. അതാണ് അടുത്ത ലൈനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതിൽ നിന്ന് പവർ കണ്ടുപിടിച്ചു. പവർ നമുക്ക് 182 വാട്ട് എന്ന് കിട്ടി. ഈ 182 വാട്ട് പവർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ലൈനിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇലക്ട്രിക്കൽ വർക്ക് സമം പവർ ഇൻറ്റു ടൈം. പവറിൻ്റെ സ്ഥാനത്ത് 182 ഇൻറ്റു ടൈം = 12. സോ പവർ വാട്ടിലാണ് നടക്കുന്നത്, ടൈം അവറിൽ നടക്കുന്നത്. അങ്ങനെയാണ് 182 × 12 2184 വാട്ട് അവർ എന്ന് കിടക്കുന്നത് WH. ഇനി ചിലപ്പം kWh എന്ന് കാണും. ആ kWh എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് അവറിലാണ്. അതിന് കിലോ വാട്ട് അവറിലോട്ട് മാറ്റാൻ വേണ്ടി 1000 കൊണ്ട് ഭാഗിച്ചാൽ മതി. അങ്ങനെയാണ് 2.184 കിലോ വാട്ട് അവർ എന്ന് വന്നത്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ ചാപ്റ്റർ, ഇത്രയൊക്കെ ഉള്ളൂ. സോ ബേസിക് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യാണ്. ഞാനിത് 9 ഭാഗമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഡീപ്പായിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, എല്ലാം അത് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.